ഹലോ, എല്ലാവർക്കും സുഖല്ലേ? ഇത് നമ്മുടെ 56-ാമത്തെ പാർട്ടാണ്. അപ്പോൾ കമൻ്റ് ഇട്ടോളൂ കേട്ടോ. അപ്പോൾ നമുക്ക് സ്റ്റോറിയിലേക്ക് പോവാം. ശിവ കുറേ നേരം ബാൽക്കണിയിൽ തന്നെ നിന്നതിന് ശേഷം റൂമിലേക്ക് തിരിച്ചു നടന്നു. പക്ഷേ പാർവണിയെ അവിടെ എവിടെയും കാണുന്നുണ്ടായിരുന്നില്ല. ശിവ അവളെ അന്വേഷിച്ച് താഴേക്ക് വന്നു. താഴെയും അവളെ കാണാനില്ല എന്ന് മനസ്സിലായതും അവൻ നേരെ രാമച്ചൻ്റെ മുറിയിലേക്ക് നടന്നു. അവൻ പ്രതീക്ഷിച്ച പോലെ പാർവണ ആ റൂമിൽ തന്നെ ഉണ്ടായിരുന്നു. രാമച്ചൻ്റെ അരികിൽ ബെഡിൽ തലവെച്ച് ചെയറിലിരിക്കുകയാണ് പാർവണ. രാമച്ചൻ അവളുടെ നെറുകയിൽ പതിയെ തലോടുന്നുണ്ട്. പാർവണ നല്ല ഉറക്കത്തിലാണെന്ന് മനസ്സിലായതും ശിവ റൂമിനകത്തേക്ക് കയറി. നിങ്ങൾ തമ്മിൽ എന്തെങ്കിലും പ്രശ്നമുണ്ടോ? മോളുടെ മുഖം കാണുമ്പോൾ എന്തോ സങ്കടമുള്ള പോലെ രാമച്ചൻ കൈകൊണ്ട് ആംഗ്യം കാണിച്ചു ചോദിച്ചു. ഏയ്, പ്രശ്നമൊന്നുമില്ല രാമച്ച. രാമച്ചൻ ഇത്ര നേരമായിട്ട് ഉറങ്ങിയില്ലേ? രാമച്ചൻ ഇല്ല എന്ന രീതിയിൽ തലയാട്ടി. പാർവണ, എണീക്ക്. ശിവ അവളെ തട്ടി വിളിച്ചു. കുറച്ചു നേരം കൂടെ ഉറങ്ങട്ടെ ആരോ, അവൾ ചിണുങ്ങിക്കൊണ്ട് പറഞ്ഞു. പാർവണ, എഴുന്നേക്ക്, വന്ന് റൂമിൽ വന്ന് കിടക്ക്. ഇവിടെ ഇങ്ങനെ ഇരുന്നുറങ്ങണ്ട. ശിവ വീണ്ടും തട്ടി വിളിച്ചപ്പോഴാണ് പാർവണ കണ്ണു തുറക്കുന്നത്. ശിവയെ മുന്നിൽ കണ്ടതും അവൾ വേഗം ചെയറിൽ നിന്ന് ചാടി എണീറ്റു. വാ, മുറിയിലേക്ക് പോവാം. അത് പറഞ്ഞ് ശിവ അവളെ ചേർത്ത് പിടിച്ച് മുറിയിൽ നിന്നും പുറത്തേക്ക് ഇറങ്ങി. നിനക്ക് നന്നായി അഭിനയിക്കാറിയാ ശിവ. പുറത്തേക്ക് ഇറങ്ങിയതും തന്നെ ചേർത്ത് പിടിച്ച ശിവയുടെ കൈകൾ തട്ടി മാറ്റിക്കൊണ്ട് പാർവണ പറഞ്ഞു. രാമച്ചനെ കാണിക്കാൻ വേണ്ടിയാണ് നീ കെയറിങ് ഒക്കെ കാണിക്കുന്നത്, എനിക്കറിയാം. ഇതിൻ്റെയൊക്കെ ആവശ്യമുണ്ട് ശിവ? അവൾ പുച്ഛത്തോടെ ചോദിച്ചു. നമ്മൾ തമ്മിലുള്ള പ്രശ്നങ്ങൾ നമ്മൾക്കിടയിൽ മാത്രം നിന്നാൽ മതി. ഇനി അത് മറ്റുള്ളവരെ കൂടി അറിയിക്കണ്ട. അത് പറഞ്ഞ ശിവ നേരെ റൂമിലേക്ക് പോയി. അവന് പിന്നാലെ പാർവണയും നടന്നു. ശിവ കബോർഡിൽ നിന്നൊരു പുതപ്പെടുത്ത് തൻ്റെ റൂമിനോട് ചേർന്ന ബാൽക്കണിയിലേക്ക് പോയി. അത് കണ്ടതും പാർവണ ബെഡിൽ കയറി കിടന്നു. ഓരോന്ന് ആലോചിച്ച് കിടന്ന അവൾ എപ്പോഴും ഉറങ്ങിപ്പോയി. അതേസമയം ശിവയ്ക്ക് ഉറക്കമില്ലാത്ത രാത്രിയായിരുന്നു അത്. പാർവണയ്ക്ക് ശരിക്കും എന്നെ ഇഷ്ടമായിരുന്നു. അന്ന് ദേവ ഇതേക്കുറിച്ച് പറഞ്ഞപ്പോൾ ഞാൻ വിശ്വസിച്ചിരുന്നില്ല. പക്ഷേ ഇന്നത് അവളുടെ നാവിൽ നിന്ന് തന്നെ കേട്ടപ്പോൾ ഒന്നും വേണ്ടിയിരുന്നില്ല. ഞാൻ കാരണം അവളുടെ ജീവിതം കൂടി ഇല്ലാതായി. എനിക്ക് ഒരിക്കലും അവളെ ഭാര്യയായിട്ട് അംഗീകരിക്കാൻ കഴിയില്ല. എൻ്റെ ഇപ്പോഴത്തെ ഒരേ ഒരു ലക്ഷ്യം അനുരാഗം മാത്രമാണ്. എൻ്റെ സത്യം എന്നിൽ നിന്ന് അകറ്റിയ അവനെ ഇല്ലാതാക്കണം. അതിനിടയിൽ പാർവണയെ കൂടെ വലിച്ചു വയ്ക്കാൻ എനിക്ക് താല്പര്യമില്ല. കാര്യങ്ങൾ അവളെ പറഞ്ഞ് മനസ്സിലാക്കണം. ശിവ ഓരോന്നാലോചിച്ച് ബാൽക്കണിയിലേക്ക് തന്നെ നോക്കി കിടന്നു. രാവിലെ പാർവണ ഉറക്കമുണർന്നപ്പോൾ മുറിയിൽ ശിവ ഉണ്ടായിരുന്നില്ല. അതും മനസ്സിലായതും പാർവണ വേഗം എണീറ്റ് കുളിച്ചു. ദേവ് തന്ന ഡ്രസ്സുകളിൽ ഒന്നെടുത്ത് നെറ്റിയിൽ കുങ്കുമം ചാർത്തി ഒരു കുഞ്ഞു പൊട്ടും വെച്ച് പുറത്തേക്ക് ഇറങ്ങി. പാർവണ മുറിക്ക് പുറത്തേക്ക് ഇറങ്ങിയതും ദേവ ജോഗിങ്ങിനായി ഇറങ്ങിയതും ഒപ്പമായിരുന്നു. ദേവ് എവിടെ ദേവേട്ടാ? അവൾ കുളിക്കുക, ഇപ്പം വരും. ജോഗിങ്ങിന് പോവാനായി ശിവ താഴെ ദേവിയെ വെയിറ്റ് ചെയ്ത് നിന്നപ്പോഴാണ് ഇന്നലെ താൻ കൊണ്ടുവന്ന് വെച്ച പാർവണയുടെ ബാഗ് ശിവയുടെ കണ്ണിൽ പെട്ടത്. അവൻ ബാഗും എടുത്ത് റൂമിലേക്ക് നടക്കുമ്പോഴാണ് സ്റ്റെയറിനരികിൽ സംസാരിച്ച് നിൽക്കുന്ന ദേവയും പാർവണയും കണ്ടത്. നിന്റെ തലവേദനയെല്ലാം മാറിയില്ലേ പാറു? പാർവണയുടെ മുഖം കണ്ട ദേവ ചോദിച്ചു. മാറി ദേവേട്ടാ, ഇപ്പൊ കുഴപ്പമൊന്നുമില്ല. എന്നിട്ട് മുഖം കണ്ടിട്ട് അങ്ങനെ തോന്നുന്നില്ലല്ലോ, ആകെ വയ്യാത്ത പോലെ. ഇനി ശിവൻ നിന്നെ വഴക്കൊല്ലം പറഞ്ഞോ? ദേവ സംശയത്തോടെ ചോദിച്ചു. ഇല്ല ദേവേട്ടാ, ശിവ ഒന്നും പറഞ്ഞില്ല. ഇന്നലെ തലവേദന ആയിരുന്നല്ലോ, അതിൻ്റെ ക്ഷീണായിരിക്കും. ശിവ ഇന്നലെ എപ്പോഴെത്തിയേ? 11 മണിയൊക്കെ കഴിഞ്ഞു കാണും. അപ്പോഴാണ് പാർവണയുടെ ബാഗുമായി ശിവ അവരുടെ അരികിലേക്ക് എത്തിയത്. രാവിലെ തന്നെ ഈ ബാഗായിട്ട് നീ എങ്ങോട്ടാ ശിവ? ഇത് വളുടെയാണ്, ഇന്നലെ വീട്ടിൽ നിന്ന് കൊണ്ടുവന്ന ഡ്രസ്സുകളാ. എന്താ ഇത് കൊണ്ടുപോയി മുറിയിലേക്ക്. ബാഗ് പാർവണയ്ക്ക് കൊടുത്തോണ്ട് ശിവ പറഞ്ഞു. എന്നാൽ നമുക്ക് പോവാം ദേവാ. ശരി പോവാം. പാറു, ബാക്കി വന്നിട്ട് പറയാട്ടോ. അത് പറഞ്ഞ് ദേവ ശിവയുടെ ഒപ്പം താഴേക്ക് നടന്നു. പാർവണ ബാഗും എടുത്ത് റൂമിൽ കൊണ്ടുപോയി വെച്ചു. ശേഷം താഴേക്ക് വന്നപ്പോഴേക്കും ദേവവും കുളി കഴിഞ്ഞു വന്നിരുന്നു. അവർ ഇരുവരും അടുക്കളയിൽ അമ്മയെ സഹായിക്കാനായി നിന്നു. കുറച്ചു കഴിഞ്ഞത് ആരോ ഫോണിൻ ബെല്ലടിച്ചു. മോളെ, അതാരാന്ന് നോക്കൂ, അമ്മ പാർവണിയോടായി ചോദിച്ചു. ഞാൻ നോക്കിയിട്ട് വരാമേ.
അത് പറഞ്ഞ് അവൾ നേരെ ഡോറിനരികിലേക്ക് നടന്നു. പുറത്തു നിൽക്കുന്ന ആളെ കണ്ടതും പാറുണ പുറത്തേക്ക് ഓടി അവനെ കെട്ടിപ്പിടിച്ചു. ആരു, ഞാൻ വിചാരിച്ചു നിനക്കെന്നോട് ദേഷ്യമായിരിക്കുന്നു. ഞാൻ പറഞ്ഞത് ആർക്കും വിശ്വാസം വരുന്നില്ലടാ. ഞാനൊരു തെറ്റും ചെയ്തിട്ടില്ല. പാറുണ അവനെ കെട്ടിപ്പിടിച്ച് പറഞ്ഞതും ആരു അവളെ തന്നിൽ നിന്ന് അടർത്തു മാറ്റി. ഞാൻ നിന്നോടുള്ള സ്നേഹം കൊണ്ടൊന്നല്ല വന്നത്, ഇത് തരാൻ വേണ്ടി വന്നാണ്. കയ്യിലുള്ള ഫയൽ പാറുണയ്ക്ക് നൽകിക്കൊണ്ട് ആരു പറഞ്ഞു. ഇതെല്ലാം നിന്റെ സർട്ടിഫിക്കറ്റാണ്. അച്ഛൻ ഇതെല്ലാം കൂടെ കൂട്ടിയിട്ട് കത്തിക്കാനാണ് പറഞ്ഞത്. പക്ഷേ പെങ്ങളായി പോയില്ലേ, അതുകൊണ്ട് അതിന് തോന്നിയില്ല. അതാണ് ഇതുമായിട്ട് ഇത്രയും ദൂരം ഞാൻ വന്നത്. ഇനി ഇതിൻ്റെ പേരിൽ ആ വീട്ടിലേക്ക് വന്നു പോകരുത്. അവിടെയുള്ള ആർക്കും ഇനി നിന്നെ വേണ്ട. പാർവണ എന്ന ഒരു മകൾ അവർക്കില്ല എന്നാണ് എൻ്റെ അച്ഛനും അമ്മയും പറഞ്ഞിരിക്കുന്നത്. അതുകൊണ്ട് ദയവ് ചെയ്ത് ഇനി അവിടേക്ക് വരരുത്. ആരും അവളെ നോക്കിക്കൊണ്ട് പറഞ്ഞ് തിരിഞ്ഞു നടന്നു. ആരു, പ്ലീസ്, ഞാൻ പറഞ്ഞു, നീയെങ്കിലും ഒന്ന് വിശ്വസിക്കേ. ഞാനൊരു തെറ്റും ചെയ്തിട്ടില്ല. അവൾ കരഞ്ഞുകൊണ്ട് ആരുവിന് പിന്നാലെ പോയെങ്കിലും അവൻ തിരിഞ്ഞു പോലും നോക്കാതെ ഗേറ്റ് കടന്ന് പുറത്തേക്ക് പോയി. പാറുണ സങ്കടം സഹിക്കാൻ വയ്യാതെ തിരികെ വീട്ടിലേക്ക് നടന്നു. അകത്തേക്ക് കയറിയതും അവൾ മുഖം പൊത്തി താഴെ ഇരുന്ന് കരയാൻ തുടങ്ങി. താനും ആരും തമ്മിൽ ഒരുപാട് വഴക്ക് കൂടുമെങ്കിലും ഒരു തവണ പോലും അവൻ തന്നെ ഒന്നിൻ്റെ പേരിലും വിഷമിപ്പിച്ചിട്ടില്ല. തൻ്റെ അനിയനാണെങ്കിൽ പോലും ഒരു ഏട്ടൻ്റെ കരുതലായിരുന്നു അവൻ നൽകിയിരുന്നത്. അങ്ങനെയുള്ള ആരു ഇങ്ങനെയെല്ലാം സംസാരിച്ചപ്പോൾ പാർവണയ്ക്ക് അത് സഹിക്കുന്നതിലും അപ്പുറമായിരുന്നു. തോളിൽ ഒരു തണുത്ത കരസ്പർശമേറ്റപ്പോഴാണ് പാർവണ മുഖമുയർത്തി നോക്കിയത്. ശിവയായിരുന്നു അത്. എന്താ പാർവണ, എന്താ പറ്റിയേ? ശിവ അവൾക്കരികിലിരുന്നുകൊണ്ട് ചോദിച്ചു. എന്താ പറ്റിയെന്നോ? എൻ്റെ ജീവിതം ഈ ഗതിയിലാക്കിയിട്ട് ഇപ്പൊ കാര്യം അന്വേഷിക്കാൻ വന്നിരിക്കണു. പാർവണ ദേഷ്യത്തിൽ ശിവയുടെ കൈ തട്ടിമാറ്റിക്കൊണ്ട് പറഞ്ഞു. ഇങ്ങനെയൊക്കെ പറയാനിപ്പോ എന്താ ഉണ്ടായി പാർവണ? എന്താ കാര്യം എന്ന് പറ, എന്നാലല്ലേ മനസ്സിലാവുള്ളൂ. ആരും എന്നെ കാണാൻ വന്നിരുന്നു. ആ വീട്ടില് ഇനി ഞാൻ വന്ന് പോവരുതെന്ന്, അവിടെയുള്ള ആർക്കും ഇനി ഞാൻ ആരുമല്ല എന്ന്. എല്ലാത്തിനും കാരണം നീ മാത്രമാണ് ശിവ. നീ എന്നെ സങ്കടപ്പെടുത്തിയിട്ട് മാത്രമേ ഉള്ളൂ ശിവ. ഒരു വട്ടെങ്കിലും സ്നേഹത്തോടെ ഒരു വാക്കെങ്കിലും നീ എന്നോട് പറഞ്ഞിട്ടുണ്ടാ? നീ ഇന്നലെ പറഞ്ഞ കാര്യങ്ങളൊന്നും ഞാൻ മറന്നിട്ടില്ല. പക്ഷെ അതെല്ലാം മനഃപൂർവ്വം മറന്നു. ഞാൻ നിന്നെ സ്നേഹിക്കുകയായിരുന്നു. പക്ഷെ എന്നെ കൊണ്ട് കഴിയുന്നില്ല. എൻ്റെ സ്നേഹത്തിന് നിനക്കൊരു വിലയില്ല. നിനക്ക് എപ്പോഴും വലുത് നിന്റെ സത്യം മാത്രമാണ്. അവിടെ ഞാൻ ആരുമല്ല. നീ എന്തിനാ പാർവണ സത്യയുടെ പേര് ഇതിലേക്ക് വലിച്ചെറിഞ്ഞേ? അവൾ എന്ത് ചെയ്തിട്ടാ? അവളാണ് എല്ലാത്തിനും കാരണം. അവൾ നിങ്ങളെ സ്നേഹിച്ചത് കൊണ്ടല്ലേ നിങ്ങൾ എന്നെ സ്നേഹിക്കാത്ത? അവൾക്ക് വേണ്ടിയല്ലേ നിങ്ങൾ കാത്തിരിക്കണേ? നീ എപ്പോഴും സെൽഫിഷാണ് ശിവ. നിനക്ക് നിന്റെ കാര്യം മാത്രമേ ഉള്ളൂ. വെറുതെ അല്ല അവൾ നിന്നെ ഉപേക്ഷിച്ചു പോയെ. പാർവണ, സ്റ്റോപ്പ് ഇറ്റ്. ഇവിടെ സത്യയുടെ കാര്യം പറയണ്ട. എന്താ പറഞ്ഞ സത്യ? അവള് നിങ്ങളുടെ അടുത്തൊന്ന് രക്ഷപ്പെടുകയാണ് ചെയ്തത്. നിങ്ങളെപ്പോലെയുള്ള ഒരാളുടെ കൂടെ ജീവിക്കുന്നതിനേക്കാൾ നല്ലത് മരിക്കുന്നതാണ്. അതുകൊണ്ട് തന്നെയായിരിക്കും അവൾ നിങ്ങളെ വിട്ട് പോയത്. പാർവണ അത് പറഞ്ഞതും ശിവയുടെ കൈ അവളുടെ മുഖത്ത് പതിഞ്ഞതും ഒരുമിച്ചായിരുന്നു. അവളെ കുറിച്ച് ഒരു വാക്ക് പോലും മിണ്ടിപ്പോരുത്, ശിവ വാണിങ്ങോട് പറഞ്ഞു. എന്താ ഞാൻ പറഞ്ഞാല് ഇനിയും പറയും. അവള് നിങ്ങളെ ഉപേക്ഷിച്ചു പോയത് നിങ്ങളുടെ സ്വഭാവ ഗുണം കൊണ്ട് തന്നെയാണ്. പാർവണ, നിർത്ത്. ശിവ അവൾക്ക് നേരെ കൈ ഉയർത്തിയെങ്കിലും അവനത് പിൻവലിച്ചു. ശേഷം ദേഷ്യത്തോടെ പുറത്തേക്ക് ഇറങ്ങിപ്പോയി. ഇതെല്ലാം കണ്ടു നിന്നിരുന്ന ദേവ ദേഷ്യത്തോടെ പാർവണയുടെ അരികിലേക്ക് വന്നു. നീ ഇപ്പം എന്തൊക്കെയാണ് അവനോട് പറഞ്ഞതെന്ന് വല്ല ബോധമുണ്ടോ? ദേവാദേ ദേഷ്യത്തിൽ തന്നെ ചോദിച്ചു. ഞാൻ പറഞ്ഞാലെന്താ തെറ്റ്? മറ്റുള്ള കാര്യങ്ങളിൽ ഞാൻ നിന്നെ സപ്പോർട്ട് ചെയ്തിരുന്നു പാറു. പക്ഷെ ഈ കാര്യത്തിൽ മാത്രം നീ ചെയ്തത് തെറ്റാണ്. നീ അവൻ്റെ മനസ്സിനെ എത്രത്തോളം വേദനിപ്പിച്ചു എന്ന് നിനക്ക് പോലും അറിയില്ല. അയാൾക്ക് മാത്രമല്ല ഈ ദേഷ്യം, സങ്കടം, വേദനയെല്ലാം ഉള്ളത് എനിക്കുണ്ട്. ഞാനൊരു മനുഷ്യനല്ലേ. അതൊക്കെ ശരിയാണ് പാറു. പക്ഷെ സത്യയുടെ പേര് നീ ഇവിടെ പറയേണ്ട ആവശ്യം ഉണ്ടായിരുന്നില്ല. അല്ലെങ്കിലും ഞാൻ ആരാണ്? ദേവേട്ടനെ എപ്പോഴും ശിവയുടെ ഭാഗത്ത് തന്നെയല്ലേ. അനീതിയെ പോലെയാണെന്നൊക്കെ പറയുന്നത് വെറുതെയാണ്. എത്രയൊക്കെ പറഞ്ഞാലും ശിവ ദേവേട്ടൻ്റെ സ്വന്തം സഹോദരനല്ലേ. അപ്പോൾ ഏതൊരു സഹോദരനും സ്വന്തം കൂടെപ്പറപ്പിനെ തന്നെയല്ലേ സപ്പോർട്ട് ചെയ്യുള്ളൂ. പാറു, മതി, നിർത്ത്. ഞാൻ പറഞ്ഞത് ശരിയല്ലേ ദേവേട്ട? അവൾ വീണ്ടും ദേഷ്യത്തോടെ ചോദിച്ചു. അല്ല, നീ പറഞ്ഞത് ശരിയല്ല.
നിന്നെപ്പോലെ തന്നെ എനിക്ക് ശിവയും. കൂടെ പിറന്നില്ലെങ്കിലും കൂടെപ്പിറപ്പിനെ പോലെ തന്നെയാണ് അവൻ എനിക്ക്. ദേവ അത് പറഞ്ഞതും പാർവണ ഒന്നും മനസ്സിലാവാതെ അവനെ തന്നെ നോക്കി നിന്നു. ഇപ്പോ ദേവേട്ടൻ എന്താ പറഞ്ഞേ? അതെ, ശിവന്റെ ആരുമല്ല. ഞങ്ങൾ തമ്മിൽ ഒരു രക്തബന്ധവും ഇല്ല. പിന്നെ ഇവിടെ അപ്പൊ അമ്മ ശിവയുടെ സ്വന്തം അമ്മയല്ലേ? പാർവണ ഒന്നും മനസ്സിലാവാതെ ദേവയോട് ചോദിക്കാൻ തുടങ്ങി. എനിക്കിപ്പോൾ ഇതിനൊന്നും ഉത്തരം പറയാൻ സമയമില്ല. ശിവ, അവൻ്റെ മൈൻഡ് ആകെ ഡിസ്റ്റർബ്ഡ് ആണ്. എനിക്ക് ഉടൻ അവൻ്റെ അടുത്ത് എത്തണം. ദേവ അത് പറഞ്ഞ കാറിൻ്റെ കീ എടുത്ത് ശിവയ്ക്ക് പിന്നാലെ പുറത്തേക്ക് പോയി. രാത്രിയായിട്ടും ശിവയോ ദേവയോ വീട്ടിലേക്ക് കാണാതായപ്പോൾ പാർവണയ്ക്ക് പേടിയാവാൻ തുടങ്ങിയിരുന്നു. ഒപ്പം ശിവയെക്കുറിച്ച് താൻ അറിയാത്ത എന്തൊക്കെയോ കാര്യങ്ങളുണ്ടെന്ന് അവൾക്ക് മനസ്സിലായി. ശിവയുടെയും ദേവയുടെയും ഫോണിലേക്ക് മാറി മാറി വിളിച്ചെങ്കിലും ആരും കോൾ എടുത്തില്ല. പാർവണ അവരെ നോക്കി പുറത്ത് തന്നെ ഇരിക്കുന്നുണ്ടായിരുന്നു. രേവതി കുറേ പറഞ്ഞെങ്കിലും പാർവണ ഒരു തുള്ളി വെള്ളം പോലും കുടിക്കാതെ അവരെ കാത്തിരിക്കുകയായിരുന്നു. സമയം 8 മണിയോടെ അടുത്തതും ദേവയുടെ കാറ് ഗേറ്റ് കടന്ന് അകത്തേക്ക് വന്നു. അത് കണ്ടതും പാർവണ മുറ്റത്തേക്ക് ഇറങ്ങി. ദേവേട്ട, ശിവ അവനെവിടെ? പാർവണ കാറിൽ നോക്കിക്കൊണ്ട് ചോദിച്ചു. പേടിക്കണ്ട, അവൻ ഗസ്റ്റ് ഹൗസിലുണ്ട്, ഇപ്പോൾ കുഴപ്പമൊന്നുമില്ല. അത് പറഞ്ഞ് ദേവ അകത്തേക്ക് പോയി. രാവിലത്തെ സംഭവത്തിന് ശേഷം ദേവയ്ക്ക് തന്നോട് ചെറിയ ദേഷ്യമുള്ള പോലെ പാർവണയ്ക്ക് തോന്നി. അതുകൊണ്ട് അവൾ ദേവയോട് കൂടുതലൊന്നും ചോദിക്കാൻ നിന്നില്ല. അവൾ നേരെ റൂമിലേക്ക് കയറിപ്പോയി. അവൾക്ക് ആ വീട്ടിൽ ഒറ്റപ്പെട്ട പോലെ തോന്നി. അമ്മയും അവളോട് അധികം സംസാരിക്കുന്നില്ല. അതിൽ നിന്നും താൻ ശിവയോട് അങ്ങനെയെല്ലാം പറഞ്ഞു തെറ്റായിപ്പോയി എന്ന് പാർവണയ്ക്ക് തോന്നി. പാറു ഇവിടെ ഭക്ഷണം കഴിക്കാനിരുന്നപ്പോൾ അവിടെയെല്ലാം പാർവണയെ കാണാത്തോണ്ട് ചോദിച്ചു. അവൾക്ക് വേണ്ടാന്ന് പറഞ്ഞു. രാവിലെ മുതൽ അവളൊന്നും കഴിച്ചിട്ടില്ല. നിങ്ങളെ നോക്കി ഉമ്മറത്ത് ഒറ്റ ഇരിപ്പായിരുന്നു. രേവതി ഭക്ഷണം വിളമ്പുന്നതിനിടയിൽ പറഞ്ഞു. നീ അവൾക്കുള്ള ഫുഡ് എടുത്ത് വയ്ക്കേ, ഞാൻ അവളെ വിളിച്ചിട്ട് വരാം. അത് പറഞ്ഞ് ദേവ ശിവയുടെ മുറിയിലേക്ക് നടന്നു. പാറു! ബാൽക്കണിയിൽ നിൽക്കുന്ന പാറുവിനെ നോക്കി ദേവ വിളിച്ചു. ഭക്ഷണം കഴിക്കാൻ വാ, അവിടെ എല്ലാവരും കാത്തിരിക്കുക. എനിക്കൊന്നും വേണ്ട ദേവേട്ട, വിശപ്പില്ല. ശിവ, അവനോട് ഞാൻ അങ്ങനെയൊക്കെ പറഞ്ഞ തെറ്റായിപ്പോയി അല്ലേ? ഞാൻ അങ്ങനെയൊന്നും പറയാൻ പാടില്ലായിരുന്നു. അയ്യേ, ഏട്ടൻ്റെ കുട്ടി കരയാണോ? അത് പറഞ്ഞ ദേവ അവളെ ചെയറിലേക്ക് പിടിച്ചിരുത്തി. തൊട്ടടുപ്പത്തെ ചെയറിലായി ദേവിയിരുന്നു. അതൊന്നും സാരല്ലടാ, നീ അറിയാതെ പറഞ്ഞല്ലേ. ശിവയെക്കുറിച്ച് അറിയാത്തത് കൊണ്ടല്ല അങ്ങനെയൊക്കെ സംസാരിച്ചേ. അതൊക്കെ പോട്ടെ, നീ ഇപ്പോൾ വന്ന് എന്തെങ്കിലും കഴിക്കേ. രാവിലെ മുതലൊന്നും കഴിച്ചിട്ടില്ല എന്ന് ദേവ് പറഞ്ഞു. എനിക്കൊന്നും കഴിക്കാൻ തോന്നുന്നില്ല ദേവേട്ട. ശിവ, അവനെക്കുറിച്ച് എനിക്കെല്ലാം അറിയണം. ദേവേട്ടനെ എനിക്കൊന്നും പറഞ്ഞു തരുമോ? പറയാം. ശിവ, അവനെ ഞാൻ ആദ്യമായിട്ട് കാണുന്നത് +2 പഠിക്കുമ്പോഴാണ്. അന്ന് അച്ഛൻ ബിസിനസ്സുമായി ബന്ധപ്പെട്ട് ബാംഗ്ലൂരിലായതിനാൽ ഞാൻ +2 ചെയ്തത് അവിടെ വെച്ചാണ്. 10 വരെ കേരളത്തിൽ വെച്ച് പഠിച്ചിട്ട് പെട്ടെന്ന് ബാംഗ്ലൂരിലേക്ക് മാറിയപ്പോൾ ഭാഷ അറിയത്തിനാൽ ഞാൻ ഒരുപാട് ബുദ്ധിമുട്ടിലായിരുന്നു. അതുകൊണ്ട് ഞാൻ അധികം ആരോടും സംസാരിക്കില്ല. അപ്പോഴാണ് എനിക്ക് ശിവയെ കൂട്ടുകിട്ടിയത്. പഠിച്ചതും വളർന്നതും അമേരിക്കയിലായിരുന്നെങ്കിലും നന്നായി മലയാളം സംസാരിക്കും. എപ്പോഴും മുഖത്തൊരു ചിരി നിറഞ്ഞു നിൽക്കും. എല്ലാവരോടും ചിരിച്ചു മാത്രം സംസാരിക്കുന്ന, ദേഷ്യപ്പെടാൻ പോലും അറിയാത്തൊരു പാവം പയ്യൻ. അതുകൊണ്ട് തന്നെ ഞങ്ങൾ വേഗം കൂട്ടായി. അവന് അവൻ്റെ പപ്പയും അമ്മയെന്ന് വെച്ച ജീവനായിരുന്നു. അവർക്ക് തിരിച്ചും അങ്ങനെ തന്നെയായിരുന്നു. എൻ്റെ അമ്മ ഇവിടെ നാട്ടിലായിരുന്നതിനാൽ എല്ലാ ഹോളിഡേയ്സിലും ഞാൻ അവൻ്റെ മമ്മയെ കാണാൻ പോകും. അമ്മയും എന്നെ ശിവയെ പോലെ തന്നെയാണ് കണ്ടിരുന്നത്. അങ്ങനെ ഞങ്ങളുടെ +2 കഴിഞ്ഞതും ശിവ MBBS പഠിക്കാനായി അമേരിക്കയിലേക്ക് തിരിച്ചു പോയി. ഞാൻ അവിടെ അവൻ്റെ മമ്മിയുടെയും പപ്പയുടെയും ഒപ്പം നിന്ന് ഡിഗ്രിയും MBA എല്ലാം കംപ്ലീറ്റ് ചെയ്തു. അമേരിക്കയിൽ വെച്ചാണ് ശിവയും സത്യയും കണ്ടുമുട്ടുന്നതും പ്രണയത്തിലാവുന്നതും. പഠിത്തം കഴിഞ്ഞ് അവർ ബാംഗ്ലൂരിലെ ഹോസ്പിറ്റലിൽ ജോയിൻ ചെയ്തു. ശിവ കാർഡിയോളജി ഡിപ്പാർട്ട്മെൻറ്റിലും സത്യ സൈക്കാട്രിസ്റ്റിലും. സത്യയ്ക്ക് സ്വന്തം എന്ന് പറയാൻ രാമച്ചൻ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. രാമച്ചൻ്റെയും സത്യയുടെയും അമ്മയുടെയും പ്രണയ വിവാഹമായിരുന്നു. അതും ആൻറ്റി ക്രിസ്ത്യൻ ആയിരുന്നു. അതുകൊണ്ട് അവരുടെ വിവാഹത്തോടെ കുടുംബക്കാരെ അവരെ ഉപേക്ഷിച്ചു. സത്യയുടെ ജനനത്തോടെ ആൻറ്റി മരിച്ചു.
അതോടെ രാമച്ചൻ സത്യ ഒറ്റയ്ക്ക് വളർത്തി പഠിപ്പിച്ചു. അച്ഛൻ മകൾ ബന്ധത്തേക്കാൾ അവർ നല്ല സുഹൃത്തുക്കളെ പോലെ തന്നെയായിരുന്നു. അതുകൊണ്ട് തന്നെ ശിവയുടെ കാര്യം സത്യ ആദ്യം പറഞ്ഞ രാമച്ചനോടായിരുന്നു. രാമച്ചന് എതിർപ്പൊന്നും ഉണ്ടായിരുന്നില്ല. അതോടെ വിവാഹക്കാരും ശിവയുടെ പപ്പയുടെയും അമ്മയോടും കണ്ട് സംസാരിക്കാനായി രാമച്ചൻ ബാംഗ്ലൂരിലെത്തി. ആ സമയം ഹോസ്പിറ്റലിൻ്റെ നേതൃത്വത്തിലുള്ള ഒരു ക്യാമ്പുമായി ബന്ധപ്പെട്ട് ശിവ ആസാമിൽ പോയിരിക്കുകയായിരുന്നു. രാമച്ചനും സത്യം വന്നപ്പോൾ പപ്പയുടെയും അമ്മയുടെയും ഒപ്പം ഞാനും ഉണ്ടായിരുന്നു. ആ നശിച്ച ദിവസമായിരുന്നു ശിവയുടെ ജീവിതം ഇങ്ങനെയാക്കിയത്. ഞങ്ങളെല്ലാവരും കരുതിയത് സത്യവും ശിവയും തമ്മിലുള്ള റിലേഷൻ അമ്മയും പപ്പയും സമ്മതിക്കുക എന്നാണ്. പക്ഷേ ഞങ്ങളുടെ പ്രതീക്ഷയെല്ലാം തെറ്റിച്ചുകൊണ്ട് അവർ പണത്തിൻ്റെയും സോഷ്യൽ സ്റ്റാറ്റസിൻ്റെയും പേരിൽ സത്യവും രാമച്ചനെ അപമാനിച്ചു വിട്ടു. അന്ന് നിറകണ്ണുകളോടെ ആ വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോയ സത്യയുടെ മുഖം ഇപ്പോഴും എൻ്റെ മനസ്സിലുണ്ട്. പിറ്റേ ദിവസത്തെ നേരം പുലർന്നത് സത്യയുടെ മിസ്സിംഗ് ന്യൂസ് കേട്ടാണ്. രാത്രി തിരിച്ചു പോകുന്നതിനിടയിൽ അവർ സഞ്ചരിച്ച കാറ് ബ്രേക്ക് ഡൗൺ ആയി. പിന്നീട് അവരെക്കുറിച്ച് കേട്ട വാർത്ത ഞങ്ങൾ ഞെട്ടിക്കുന്നതായിരുന്നു. അതും അവിടെ നിന്നും കിട്ടിയ CCTV ഫൂട്ടേജിൽ നിന്ന്. രാമച്ചനെ തലക്കിടിച്ച് വീഴ്ത്തി 3 പേർ ചേർന്ന് സത്യ ക്രൂരമായി റേപ്പ് ചെയ്തു. പക്ഷേ ആ 3 പേരുടെ മുഖം വ്യക്തമല്ല. മുഴുവൻ CCTV ഫൂട്ടേജിൽ നിന്നും കിട്ടിയതുമില്ല. പിറ്റേ ദിവസം കാര്യങ്ങളെല്ലാം അറിഞ്ഞ് ഞാൻ ശിവയും ഹോസ്പിറ്റലിൽ എത്തുമ്പോൾ രാമച്ചൻ കോമയിലായിരുന്നു. അല്ലെങ്കിലും സ്വന്തം മകളെ പിച്ച് ചിന്തി നേരി കാണുന്ന ഏതച്ഛനാണ് സഹിക്കുക? സത്യം മിസ്സിങ് ആവുന്നതിന് മുമ്പ് അവസാനത്തെ കോൾ ശിവയ്ക്കുള്ളതായിരുന്നു. അതിനുശേഷം പിന്നെ എന്താണ് സംഭവിച്ചതെന്ന് ആർക്കും അറിയില്ല. സത്യയുടെ മരണശേഷം ഞാനും ശിവയും പിന്നെ അവിടെ നിന്നില്ല. രാമച്ചനെയും കൊണ്ട് ഞങ്ങൾ നാട്ടിലേക്ക് വന്നു. അതോടെ ശിവ മെഡിക്കൽ ഫീൽഡ് ഉപേക്ഷിച്ചു. പിന്നീട് ശിവ ഒരിക്കലും അവൻ്റെ പപ്പയും അമ്മയും കാണുകയോ സംസാരിക്കുകയോ ചെയ്തിട്ടില്ല. സത്യയുടെ വേർപാട് അവന് ഒട്ടും താങ്ങാൻ കഴിഞ്ഞിരുന്നില്ല. അധികം വൈകാതെ അവൻ ആൽക്കഹോൾ ആൻഡ് ഡ്രഗ്സ് അഡിക്റ്റായി. മരണത്തെ മുമ്പിൽ കണ്ട് തിരിച്ചു വന്നതാണ് അവൻ. അതിനുശേഷം ഞങ്ങൾ അവനെ അഡിക്ഷൻ സെൻറ്ററിലാക്കി. കുറേ കാലത്തെ കൗൺസിലിങ്ങിനും ട്രീറ്റ്മെൻറ്റിന് ശേഷമാണ് ഞങ്ങൾക്ക് ശിവയെ തിരിച്ചു കിട്ടിയത്. പക്ഷേ പിന്നീട് അവനിത് ഒരിക്കലും ആ പഴയ ശിവയെ കാണാൻ കഴിഞ്ഞിട്ടില്ല. എല്ലാത്തിനോടും വെറുപ്പും ദേഷ്യം മാത്രമാണ് അവന്. ഇനി നിനക്ക് മാത്രമാണ് പാറു അവനെ ഞങ്ങളുടെ പഴയ ശിവയാക്കി മാറ്റാൻ കഴിയുള്ളൂ. ദേവ പറയുന്നതെല്ലാം കേട്ട് പ്രതികരിക്കാൻ പോലും കഴിയാതെ ഇരിക്കാനേ പാർവണയ്ക്ക് കഴിഞ്ഞുള്ളൂ. ഇനിയൊരു ജന്മമുണ്ടെങ്കിൽ മറ്റൊരു സ്വന്തം അപ്പന് മുമ്പേ ഓടി എൻ്റെ അരികിലെത്തിയേക്കണേ ശിവ. അടുത്ത ജന്മത്തിലെങ്കിലും വിധി മരണത്തിൻ്റെ രൂപത്തിൽ നമ്മെ പിരിക്കാതിരിക്കട്ടെ. ഞാൻ പോവാ ശിവ. അവസാന ശ്വാസത്തിൽ അവൾ പറഞ്ഞു നിർത്തി. സത്യ അവസാനമായി ഫോണിൽ പറഞ്ഞ വാക്കുകൾ ശിവയുടെ കാതുകളിൽ മുഴങ്ങിക്കൊണ്ടിരുന്നു. അവൻ ഇരു കൈ കൊണ്ടും ചെവി പൊത്തിപ്പിടിച്ച് ബെഡിലേക്ക് കടന്നു. രാത്രി നിർത്താതെയുള്ള കോണിംഗ് ബെല്ലിൻ്റെ ശബ്ദം കേട്ട് ശിവ ഉറക്കത്തിൽ നിന്ന് ഉണർന്നത്. റൂമിൽ നിന്ന് എഴുന്നേറ്റ് വന്ന് അവൻ ഡോറ് തുറന്നു. നീ എന്താ ഇവിടെ? അത് ഈ രാത്രിയിൽ? തൻ്റെ മുമ്പിൽ ബാഗുമായി നിൽക്കുന്ന പാർവണയെ നോക്കി ശിവ ചോദിച്ചു. അങ്ങോട്ട് മാറിയിരിക്കും മനുഷ്യ. ഇവിടെ ഞാൻ ആകെ തണുത്ത് വറച്ച് നിൽക്കുക. അപ്പോൾ അകത്തേക്ക് പോലും കയറാതെ കിന്നാരം പറയാൻ നിൽക്കുക. മിന്നിലുള്ള ശിവയെ തട്ടി മാറ്റിക്കൊണ്ട് പാർവണ അകത്തേക്ക് കയറി. രാവിലെ ഉണ്ടായിരുന്ന ഭാവമല്ല പാർവണയ്ക്ക് ഇപ്പോൾ. അവൾക്ക് എന്തൊക്കെയോ മാറ്റങ്ങൾ വന്ന പോലെ ശിവയ്ക്ക് തോന്നി. അതെ, അകത്തേക്ക് വരുമ്പോൾ എൻ്റെ ഈ ബാഗ് കൂടെ എടുത്തിട്ട് വാട്ട ശിവ. പാർവണ അകത്തേക്ക് പോകുന്നതിനിടയിൽ പറഞ്ഞു. ശിവ ഒന്നും മനസ്സിലാവാതെ അവൾക്ക് പിന്നാലെ ബാഗുമായി അകത്തേക്ക് വന്നു. ഇനി പറ, നീ എന്തിനാ ഇവിടേക്ക് വന്നേ? ശിവ ഗൗരവത്തോടെ ചോദിച്ചു. ഇതെന്ത് ചോദ്യ ശിവ? ഞാൻ എൻ്റെ ഭർത്താവിൻ്റെ കൂടെയല്ലേ താമസിക്കണ്ടേ? നീ ഇവിടെ നിൽക്കുമ്പോൾ ഞാൻ അവിടെ നിന്നാ എങ്ങനെ ശരിയാവാ? അപ്പോൾ നമ്മുടെ ഇന്നത്തെ പാർട്ട് കഴിഞ്ഞു. നല്ലൊരു വീഡിയോ ആയിട്ട് നാളെ കാണാം. ബൈ, താങ്ക് യു.